ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വേർ വെച്ചിട്ട് 50 സെൻറ്റൻസസ് ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. വേർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഏകദേശം അറിയാലേ മീനിങ് എന്താണെന്നുള്ളത്. എന്താണ് മലയാളത്തിൽ മീനിങ് വരുന്നതെന്ന് നോക്കിയാലോ. എവിടെ ഇല്ലെങ്കിൽ എവിടേക്ക് എന്നാണ് മീനിങ് വരുന്നത് വേറിൻ്റെത്. ഒരു സ്ഥലം അല്ലെങ്കിൽ ആളുകൾ അല്ലെങ്കിൽ ദിശയെക്കുറിച്ച് ചോദിക്കുമ്പോൾ വേർ ഉപയോഗിക്കുന്നു. വേർ വെച്ചിട്ട് നമുക്ക് 2-3 എക്സാമ്പിൾസ് നോക്കാം. വേർ ആർ യു ഗോയിങ്? നീ എവിടേക്കാണ് പോകുന്നത്? വേർ ഡു യു ലീവ്? നീ എവിടെയാണ് താമസിക്കുന്നത്? വേർ ഈസ് ദ സ്കൂൾ? സ്കൂൾ എവിടെയാണ്? അപ്പോൾ നമ്മൾ 3 എക്സാമ്പിൾസ് നോക്കിയില്ലേ ഇപ്പോൾ. ഇനി നമുക്ക് 50 വേർ സെൻറ്റൻസസ് വിത്ത് മലയാളം മീനിങ് നോക്കാം. വേർ ആർ യു ഗോയിങ്? നീ എവിടേക്കാണ് പോകുന്നത്? നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഒരു സെൻറ്റൻസസ് ആണ് അല്ലേ. വേർ ആർ യു ഗോയിങ് എന്നുള്ളത് നീ എവിടേക്കാണ് പോകുന്നത്. ഇനി വേർ ഡു യു ലീവ്? നീ എവിടെയാണ് താമസിക്കുന്നത്? വേർ ഡു യു ലീവ്? ഇനി വേർ ഈസ് യുവർ ഹൗസ്? നിൻ്റെ വീട് എവിടെയാണ്? വേർ ഈസ് ദ സ്കൂൾ? സ്കൂൾ എവിടെയാണ്? വേർ ഈസ് ദ ഹോസ്പിറ്റൽ? ആശുപത്രി എവിടെയാണ്? ഇവിടെയൊക്കെ നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ യൂസ് ചെയ്തത്? വേർ ആണില്ലേ. അതായത് ഏതൊക്കെ സെൻറ്റൻസസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത് വേർ വെച്ചിട്ട്. വേർ ആർ യു ഗോയിങ്? നീ എവിടേക്കാണ് പോകുന്നത്? വേർ ഡു യു ലീവ്? നീ എവിടെയാണ് താമസിക്കുന്നത്? വേർ ഈസ് യുവർ ഹൗസ്? നിൻ്റെ വീട് എവിടെയാണ്? ഇനി സ്കൂൾ എവിടെയാണ്? വേർ ഈസ് ദ സ്കൂൾ? വേർ ഈസ് ദ ഹോസ്പിറ്റൽ? ആശുപത്രി എവിടെയാണ്? അപ്പോൾ നമ്മൾ വേർ വെച്ചിട്ട് കുറച്ച് സെൻറ്റൻസസ് ഇപ്പോൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് സെൻറ്റൻസസ് പഠിക്കാം. വേർ ഈസ് ദ ഷോപ്പ്? കട എവിടെയാണ്? വേർ ഈസ് ദ മാർക്കറ്റ്? മാർക്കറ്റ് എവിടെയാണ്? വേർ ഈസ് യുവർ ഫ്രണ്ട്? നിൻ്റെ സുഹൃത്ത് എവിടെയാണ്? വേർ ആർ ദേ ഗോയിങ്? അവർ എവിടേക്കാണ് പോകുന്നത്? വേർ ഈസ് ഹീ നൗ? അവൻ ഇപ്പോൾ എവിടെയാണ്? അപ്പോൾ നമ്മൾ ഏതൊക്കെ സെൻറ്റൻസസ് ഇപ്പോൾ പഠിച്ചു? വേർ ഈസ് ദ ഷോപ്പ്? വേർ ഈസ് ദ മാർക്കറ്റ്? വേർ ഈസ് യുവർ ഫ്രണ്ട്? വേർ ആർ ദേ ഗോയിങ്? വേർ ഈസ് ഹീ നൗ? നെക്സ്റ്റ് നമുക്ക് നോക്കിയാലോ. അവൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? എങ്ങനെ നമുക്ക് ചോദിക്കാം? വേർ ഈസ് ഷീ വർക്കിംഗ്? എങ്ങനെയാണ് ചോദിക്കുക? വേർ ഈസ് ഷീ വർക്കിംഗ്? അവൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഇനി നമ്മൾ ചോദിക്കുന്നത് നീ എവിടെയാണ് പഠിക്കുന്നതെന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ എങ്ങനെ ചോദിക്കാം? വേർ ഡു യു സ്റ്റഡി? നീ എവിടെയാണ് പഠിക്കുന്നത്? ഇനി വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ? നീ ഇന്നലെ എവിടേക്കാണ് പോയത്? എങ്ങനെ ചോദിക്കാം? വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ? ഇനി നീ നാളെ എവിടേക്കാണ് പോകുക? വേർ വിൽ യു ഗോ ടുമോറോ? എന്താണ് വേർ വിൽ യു ഗോ ടുമോറോ? നീ നാളെ എവിടേക്കാണ് പോകുക? ഇനി വേർ ഈസ് മൈ ബാഗ്? എൻ്റെ ബാഗ് എവിടെയാണ്? എങ്ങനെയാണ് ചോദിക്കുക? വേർ ഈസ് മൈ ബാഗ്? അല്ലെങ്കിൽ വേർ ഈസ് മൈ പെൻസിൽ? എൻ്റെ പെൻസിൽ എവിടെയാണ് എന്നൊക്കെ നമുക്ക് വേർ വെച്ചിട്ട് ചോദിക്കാം. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസസ് പഠിച്ചാലോ. വേർ ഡിഡ് യു കീപ് ദ ബുക്ക്? നീ പുസ്തകം എവിടെ വെച്ചു? വേർ ക്യാൻ ഐ ഫൈൻഡ് ദിസ്? ഇതെവിടെ കിട്ടും? വേർ ആർ വി നൗ? നാം ഇപ്പോൾ എവിടെയാണ്? വേർ ഈസ് ദ ടീച്ചർ? ടീച്ചർ എവിടെയാണ്? വേർ ഈസ് ദ ബസ് സ്റ്റോപ്പ്? ബസ് സ്റ്റോപ്പ് എവിടെയാണ്? അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെ സെൻറ്റൻസസ് പഠിച്ചു? വേർ ഡിഡ് യു കീപ് ദി ബുക്ക്? വേർ ക്യാൻ ഐ ഫൈൻഡ് ദിസ്? വേർ ആർ വി നൗ? വേർ ഈസ് ദ ടീച്ചർ? വേർ ഈസ് ദ ബസ് സ്റ്റോപ്പ്? ഇനി നമുക്ക് നോക്കാം അടുത്ത സെൻറ്റൻസസ്. ബസ് സ്റ്റോപ്പ് എവിടെയാണ്? എങ്ങനെ ചോദിക്കാം? വേർ ഈസ് ദ ബസ് സ്റ്റോപ്പ്? ഇനി ബാങ്ക് എവിടെയാണ്? വേർ ഈസ് ദ ബാങ്ക്? ATM എവിടെയാണ്? വേർ ഈസ് ദ ATM? വേർ ഈസ് ദ പോലീസ് സ്റ്റേഷൻ? പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? വേർ ഈസ് ദ റെയിൽവേ സ്റ്റേഷൻ? വേർ ഈസ് ദ എയർപോർട്ട്? വിമാനത്താവളം എവിടെയാണ്? ഇപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെ സെൻറ്റൻസസ് പഠിച്ചു ഒന്നുകൂടി നോക്കിയാലോ. വേർ ഈസ് ദ ബസ് സ്റ്റോപ്പ്? വേർ ഈസ് ദ ബാങ്ക്? വേർ ഈസ് ദ ATM? വേർ ഈസ് ദ പോലീസ് സ്റ്റേഷൻ? വേർ ഈസ് ദ റെയിൽവേ സ്റ്റേഷൻ? വേർ ഈസ് ദ എയർപോർട്ട്? നെക്സ്റ്റ്, വേർ ആർ യു സിറ്റിംഗ്? നീ എവിടെയാണ് ഇരിക്കുന്നത്? വേർ ആർ യു സ്റ്റാൻഡിങ്? നീ എവിടെയാണ് നിൽക്കുന്നത്? വേർ ആർ യു വർക്കിംഗ് നൗ? നീ ഇപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? വേർ ആർ യു ലേണിംഗ് ഇംഗ്ലീഷ്? നീ എവിടെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്? വേർ ഈസ് യുവർ ടീച്ചർ ഫ്രം? നിൻ്റെ അധ്യാപകൻ എവിടെയാണ്? എവിടെ നിന്നുള്ളതാണ്? ഇനി നമുക്ക് നോക്കാം. അവർ എവിടെയാണ് താമസിക്കുന്നത്? എങ്ങനെ ചോദിക്കാം? വേർ ഡു യു ദേ ലീവ്? വേർ ഈസ് ദ മീറ്റിംഗ്? മീറ്റിംഗ് എവിടെയാണ്? വേർ ക്യാൻ ഐ
പാർക്ക് മൈ കാർ, ഞാൻ എൻ്റെ കാർ എവിടെ പാർക്ക് ചെയ്യും? വെയർ ഈസ് യുവർ ഫോൺ, നിൻ്റെ ഫോൺ എവിടെയാണ്? വെയർ ഡിഡ് യു ബൈ ദിസ്, നീ എവിടെ നിന്നാണ് വാങ്ങിയത്? അപ്പോൾ നമുക്ക് ഏതൊക്കെ സെൻസസ് ഇപ്പോൾ പഠിച്ചു എന്ന് നോക്കിയാലോ. വെയർ ഡു ദേ ലീവ്, വെയർ ഈസ് ദ മീറ്റിംഗ്, വെയർ ക്യാൻ ഐ പാർക്ക് മൈ കാർ, വെയർ ഈസ് യുവർ ഫോൺ, വെയർ ഡിഡ് യു ബൈ ദിസ്. ഇനി നെക്സ്റ്റ് നോക്കിയാലോ. നീ ഇപ്പോൾ എവിടേക്കാണ് പോകുന്നത്? വെയർ ആർ യു ഗോയിങ് നൗ, വെയർ ആർ വി ഗോയിങ്, നാം എവിടേക്കാണ് പോകുന്നത്? വെയർ ഈസ് ദ ക്ലാസ് റൂം, ക്ലാസ് റൂം എവിടെയാണ്? വെയർ ഈസ് യുവർ സീറ്റ്, നിൻ്റെ സീറ്റ് എവിടെയാണ്? വെയർ ഈസ് ദ എൻട്രൻസ്, പ്രവേശനം എവിടെയാണ്? ഇനി നെക്സ്റ്റ് നോക്കിയാലോ. വെയർ ഈസ് ദ എക്സിറ്റ്, പുറത്തേക്കുള്ള വഴി എവിടെയാണ്? വെയർ ഈസ് യുവർ ഓഫീസ്, നിൻ്റെ ഓഫീസ് എവിടെയാണ്? വെയർ ഈസ് യുവർ സ്കൂൾ ബാഗ്, നിൻ്റെ സ്കൂൾ ബാഗ് എവിടെയാണ്? വെയർ ആർ ദ ചിൽഡ്രൻ, കുട്ടികൾ എവിടെയാണ്? വെയർ ഈസ് യുവർ ബ്രദർ, നിൻ്റെ സഹോദരൻ എവിടെയാണ്? ഇപ്പോൾ നമ്മൾ ഏതൊക്കെ സെൻസസ് പഠിച്ചു വെയർ വെച്ചിട്ട്? വെയർ ഈസ് ദ എക്സിറ്റ്, വെയർ ഈസ് യുവർ ഓഫീസ്, വെയർ ഈസ് യുവർ സ്കൂൾ ബാഗ്, വെയർ ആർ ദ ചിൽഡ്രൻ, വെയർ ഈസ് യുവർ ബ്രദർ. നിൻ്റെ സഹോദരി എവിടെയാണ്? എങ്ങനെ നമുക്ക് ചോദിക്കാം? വെയർ ഈസ് യുവർ സിസ്റ്റർ, നമുക്കെവിടെ ഭക്ഷണം കഴിക്കാം? വെയർ ക്യാൻ വി ഈറ്റ്. ഇനി നമുക്കിപ്പോൾ എവിടേക്ക് പോകണം? വെയർ ഷുഡ് വി ഗോ നൗ, നിനക്ക് എവിടേക്ക് യാത്ര പോകണം? വെയർ ഡു യു വാണ്ട് ടു ട്രാവൽ. ഇനി ബാത്റൂം എവിടെയാണ് എന്ന് ചോദിക്കാം. വെയർ ഈസ് ദ ബാത്റൂം. അപ്പോൾ നമ്മൾ ഏതൊക്കെ സെൻസസ് പഠിച്ചു എന്നൊന്നുകൂടി നോക്കിയാലോ. വെയർ ഈസ് യുവർ സിസ്റ്റർ, വെയർ ക്യാൻ വി ഈറ്റ്, വെയർ ഷുഡ് വി ഗോ നൗ, വെയർ ഡു യു വാണ്ട് ടു ട്രാവൽ, വെയർ ഈസ് ദ ബാത്റൂം. ഇന്ന് നമ്മൾ വെയർ വെച്ചിട്ട് 50 സെൻസസ് പഠിച്ചു അല്ലേ. ഇന്ന് എന്തായാലും നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.